വേസ്റ്റ് സാധനം ഉള്ളി കിടക്കുന്നതാണ് നല്ലത്. അവനെ റൗ കേട്ടോണ്ട് നടക്കാല്ലേ, അതിനാരും ഒന്നും പറയണില്ലല്ലോ. പിന്നെ അവളങ്ങനെ നടന്ന യവനെന്താ? നമ്മളെ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ ആകെ അന്തം വിട്ടു. അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ് നല്ലത്. ആജീവനാന്ത ക്രിമിനലാണ്, ഒരിക്കലും നന്നാവില്ല. അവൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ക്രിമിനലിസം ആണുള്ളത്. കോച്ചയുടെ വസ്ത്രധാരണം കറക്റ്റായിട്ടുള്ള വസ്ത്രം തന്നെയല്ലേ. ജയിലിൽ വസ്ത്രം വേണ്ടായിരുന്നല്ലോ, അതേ വസ്ത്രം ഇട്ടിട്ടല്ലേ കിടക്കണം. മാറിയില്ലല്ലോ ജയിലിലെ വസ്ത്രം, നമ്പറും കൂടെ അടിച്ചാൽ ജയിലിൽ. അപ്പോൾ ഇതെല്ലാം ഒന്നിലും നടപടിയില്ലാതെ ഇദ്ദേഹത്തെ മനഃപൂർവ്വം അറസ്റ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. അവൻ അറിയേണ്ട കാര്യം എന്തോ, അവൻ അവൻ്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ പോരെ. ആൾക്കാരെ പറ്റി ജീവിക്കുന്നവൻ എക്സ്പോസ് ചെയ്തുകൊണ്ടായിരുന്നു കഴിഞ്ഞാൽ ചില വല്ലതൊക്കെ തോന്നും. അല്ല ആണുങ്ങൾ ഇപ്പോൾ വെളിയിട്ടുണ്ടായിരുന്ന നമുക്കൊന്നും തോന്നില്ല, പെണ്ണുങ്ങളെ കാണുമ്പോൾ തോന്നും. ആണുങ്ങളെ സ്വഭാവമാണത്. അവനെ റൗ കേട്ടോണ്ട് പെണ്ണുങ്ങളെ മുമ്പ് ആരാ മുണ്ട് കൊടുത്തോണ്ട് ഓടാമോ? ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു, എത്ര പേര് അറസ്റ്റ് ചെയ്തു? അവൻ ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കുന്നവനല്ലേ. അത് ഗവൺമെൻറ് എടുത്ത ഡിസിഷൻ ഏറ്റവും നല്ലത്. എവിടെയൊക്കെ പിടിച്ചു നിർത്തി തിരിച്ച് കാണിക്കാൻ. നമസ്കാരം. നടി ഹണി റോസിനെതിരായ ലൈംഗിക അധിക്ഷേപ പരാമർശ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മലയാളികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കേണ്ടതുണ്ട്. നമുക്കെന്തായാലും ഈ ഒരു വിഷയത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തേടാം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയല്ല, തെറ്റ് ചെയ്യുന്നതിന് ശിക്ഷ കൊടുക്കണം, അത് കറക്റ്റാണ്. സ്ത്രീകളെ അപമാനിച്ചാൽ ആരാരും അറസ്റ്റ് ചെയ്യണം. അവനെ റൗ കേട്ടോണ്ട് നടക്കാല്ലേ, അതിനാരും ഒന്നും പറയണില്ലല്ലോ. പിന്നെ അവളങ്ങനെ നടന്ന യവനെന്താ? യവൻ ആര്? കോടികൾ വെച്ച് എവിടെയൊക്കെ പിടിച്ചു നിർത്തി തിരിച്ച് കാണിക്കാൻ 100% നല്ല ഈ ഗവൺമെൻറ് അഭിനന്ദിക്കുന്നത്. ഇങ്ങനെ ഈ അവനെതിരെ ഒരു ആക്ഷൻ എടുത്തേ അല്ല, കുഴപ്പമില്ല, നല്ല കാര്യം തന്നെയാണ്. ചെയ്തത് നല്ല കാര്യം തന്നെയാണ്. അത് ഒരു പാഠമാവട്ടെ. പണം ഉണ്ടെന്നും വേണ്ട എല്ലാം ചെയ്യാന്നുള്ള അഹങ്കാരം കാണിക്കരുതല്ലോ. എല്ലാത്തിനും ഒരു മര്യാദ വേണം, നിയന്ത്രണം. ഇപ്പം അവരെ പേരെന്തോ ലേഡിയുടെ ഹണി റോസ്, ആ കുട്ടി ഇങ്ങനെ നടക്കുന്നു, സാരി ഇങ്ങനെ കൊടുക്കുന്നു. അവൻ അറിയേണ്ട കാര്യം എന്തോ, അവൻ അവൻ്റെ വീട്ടിലെ കാര്യം നോക്കിയാൽ പോരെ. അവനെ റൗ കേട്ടോണ്ട് പെണ്ണുങ്ങളെ മുമ്പ് ആരാ മുണ്ട് കൊടുത്തോണ്ട് ഓടാമോ? അതിനാരെങ്കിലും ഇതുവരെ ആരെങ്കിലും പറഞ്ഞു? ഒരു കുഞ്ഞുപോലും പ്രതികരിച്ചില്ല. പിന്നെ ഇവൻ ആര്? കൊള്ളപ്പണം കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, കൊള്ളപ്പണം കേരളം വിലയ്ക്ക് വാങ്ങിക്കാനുള്ള ആസ്തിയുള്ളവനാണ്. അവൻ്റെ കാര്യം നോക്കിയിരുന്നാൽ പോരെ. മനസ്സിലായില്ലേ? നല്ല കാര്യമൊന്നും ഞാൻ പറയാം. അത് ഗവൺമെൻറ് എടുത്ത ഡിസിഷൻ ഏറ്റവും നല്ലത്. ചെയ്ത പ്രവൃത്തികളും അയാളെ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് എല്ലാത്തിനും നമ്മൾ സപ്പോർട്ട് തന്നെയാണ്, നല്ല കാര്യം. പിന്നെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടായി പോകണം എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് വേറൊരു സൈഡ്. കേരളത്തിൽ ഇതിനേക്കാളും ആയിരക്കണക്കിന് കേസുകളുണ്ട്. അദ്ദേഹം ഇവിടുന്ന് ഒളിച്ചോടി പോയില്ല, ഒന്നും ചെയ്തില്ല. ഒരു രാഷ്ട്രീയ നേതാവല്ലാത്തത് കൊണ്ടാണ്. അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് മുന്നറിയിപ്പുമില്ലാതെ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുത്ത് വിളിച്ചു, വന്നില്ല എങ്കിൽ അറസ്റ്റ് ചെയ്തെങ്കിൽ വേണ്ടില്ല. അപ്പോൾ അതല്ല, ഇത് വളഞ്ഞിട്ട് പിടിച്ചു കൊണ്ടുവന്ന് ഈ പ്രതികാര നടപടി സ്വീകരിക്കുന്നത് പോലെയായിരുന്നു ഈ നടപടി. അതിനോടാണ് എതിർപ്പ്. രണ്ടാമത്, ഇത് ആയിരക്കണക്കിന് കേസുകൾ കേരളത്തിൽ തന്നെയുണ്ട്. MLA-മാരും രാഷ്ട്രീയ നേതാക്കളും അതേപോലെ തന്നെ നിരവധി ആൾക്കാർ സ്ത്രീപീഡനത്തിൽ ഉൾപ്പെടെ FIR ഇടാതെ ഇനിയും FIR ഇട്ട് അറസ്റ്റ് ചെയ്യാത്ത ഒരുപാട് കേസുകളുണ്ടാവും. പരാതി കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാത്ത കേസുകളുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഒന്നിലും നടപടിയില്ലാതെ ഇദ്ദേഹത്തെ മനഃപൂർവ്വം അറസ്റ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിൽ യാതൊരു അത്രയ്ക്ക് പറയത്തക്ക വിധത്തിൽ ഒരു കാര്യവുമില്ല. അദ്ദേഹം എന്തെങ്കിലും തെറ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ചാനലിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു. അതും അംഗീകരിക്കാതെ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കുകയോ വേറെ ഒരു കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുകയോ ചെയ്യാതെയാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത്. ഈ അറസ്റ്റിനോട് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് പ്രതിഷേധിക്കേണ്ടത്. കാരണം അത്രയ്ക്ക് പ്രതിഷേധമുണ്ട് എല്ലാവർക്കും. ഈ കേരളത്തിൽ നീതി നടപ്പിലാക്കണം. ആർക്കെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതിനെ ന്യായീകരിക്കാൻ ആരും ഉണ്ടാവില്ല. തെറ്റ് സംഭവിച്ചാൽ അത് കൃത്യമായിട്ടും അതിന് ശിക്ഷ അനുഭവിക്കുകയും വേണം. പക്ഷേ അതല്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടിയിൽ കാശ് വാങ്ങിയെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമുക്കറിയില്ല. കാശ് വാങ്ങി അവർ വന്ന് ഉദ്ഘാടനം ചെയ്തു പോയി. അവിടുത്തെ അന്ന് നടന്ന വീഡിയോകളെല്ലാം ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും കാണുന്നുണ്ട്. അതിൽ അപ്പോഴൊന്നും പരാതിയില്ലാതെ 2 മാസം കഴിഞ്ഞ് ഒരു പരാതി കൊടുക്കുന്നു. അതിനെതിരെ എടുപിടി എന്നുള്ള അറസ്റ്റ് ഒരു കാരണവശാലും ചോദിക്കാൻ പറ്റില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സ്ത്രീകളോട് ഈ ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുക, അധിക്ഷേപിക്കുക, അതൊക്കെ ശരിയാണോ? അല്ല, അത് ശരിയല്ല. അങ്ങനെ സംസാരിച്ചിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അങ്ങനെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുക, സ്ത്രീ പീഡനം നടത്തുക, അതൊന്നും ശരിയല്ല. അതിനോടൊന്നും നമുക്ക് ആർക്കും യോജിപ്പില്ല. ഞാൻ അതിനെ യോജിപ്പിക്കാത്ത ആളാണ്. സ്ത്രീകളെ നമ്മൾ ബഹുമാനിക്കേണ്ടടുത്ത് ബഹുമാനിക്കണം, കാണണം അവരെ. പിന്നെ ഇവരെന്നുള്ളത് ഒരു സിനിമാ നടിയാണ്. അവരുടെ സിനിമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് അവരെക്കുറിച്ച് അങ്ങനെയുള്ള അഭിപ്രായങ്ങളോ മറ്റുള്ള കാര്യം. പക്ഷേ ഈ അറസ്റ്റിനോടുള്ള, ഇപ്പോൾ ഞാനൊരു തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരാൾ പരാതി കൊടുത്താൽ ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുക്കണമെന്നുണ്ടെങ്കിൽ അയാളെ വിളിച്ച് അന്വേഷിക്കുകയെങ്കിലും ചെയ്യണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ
ഈ സിനിമാ മേഖലയിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. എത്ര പേരെ അറസ്റ്റ് ചെയ്തു? ഇനി എത്ര പേരെ അറസ്റ്റ് ചെയ്യാനുണ്ട്? ആ പേരുകൾ ഇനി പുറത്തു വിടാത്തത് എന്തുകൊണ്ട് സർക്കാർ? ആ പേരുകൾ പുറത്തു വിടണ്ടേ? അതിന് വിവരാവകാശ കമ്മീഷനിൽ നിന്നും ആ പേരുകൾ ഉൾപ്പെടെ ഉള്ളത് നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും അതിനെ മാറ്റിവെച്ച് ഉരുണ്ട് കളിക്കുന്നത് എന്തുകൊണ്ട്? അതെല്ലാം വമ്പന്മാരായതുകൊണ്ടാണ്. അതാ സിനിമാ മേഖലയിലും അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ബലമുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതാണ് ഇരട്ട നീതി എന്ന് പറയുന്നത്. കേരളത്തിൽ ഈ നടപ്പിലാക്കുന്നത് ഇരട്ട നീതി തന്നെയാണ്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. അത് കൃത്യമായിട്ട് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഒരാളിന് ഒരു നീതി, ഇനിയൊരാളിന് ഒരു നീതി, അത് തെറ്റ് തന്നെയാണ്. എല്ലാ പേർക്കും ഒരേ നീതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് എത്രയോ പേരെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ടായിരുന്നു? അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു? 1-2 പേരെ തട്ടിക്കൂട്ടൽ പരിപാടിയിൽ നടത്തിയതല്ലാതെ എന്താണ് ചെയ്തത്? അപ്പോൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. സ്ത്രീകൾക്കെതിരെ ഉണ്ടാകുന്ന പീഡനങ്ങളായാലും ശരി, ലൈംഗിക ചൊവ്വയോട് സംസാരിക്കുന്നതായാലും ശരി, അത് പ്രതിഷേധാർഹമാണ്. അതിനൊന്നും ന്യായീകരണവുമില്ല. ആ വേസ്റ്റ് സാധനം ഉള്ളി കിടക്കുന്നതാണ് നല്ലത്. വേസ്റ്റ്, വെറും വേസ്റ്റാണ്. ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്നവൻ, അതുകൊണ്ട് പറഞ്ഞാൽ അവൻ കിടക്കട്ടെ. അവനൊരു നംസമാണ്, ഒരു ഹോമിയോസെക്ഷൻ്റെ ആളാണ് അവൻ. മനസ്സിലാവുന്നില്ലേ? അവൻ്റെ ശരീരഭാഷ കണ്ടാൽ, അവൻ്റെ ശരീരഘടന, അവൻ്റെ വേഷവിധാനം കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലോ. അവനൊരു കുറ്റവാളിയാണ്, ആജീവനാന്ത ക്രിമിനലാണ്. ഒരിക്കലും നന്നാവില്ല. അവൻ്റെ മനസ്സിനകത്ത് എപ്പോഴും ക്രിമിനലിസമാണുള്ളത്. മോശമായി പെരുമാറാൻ പാടില്ല. അവനും പറയുന്നത് അങ്ങനെ. അവൻ പറയുന്നത് ശരിയാണ്. എനിക്ക് സ്ത്രീകളോട് മോശമായി പെരുമാറാൻ പറ്റും, വേറെ ആളിനോട് മോശമായി പെരുമാറാൻ പറ്റില്ല. അതവൻ്റെ ബ്ലഡിലുള്ള കാര്യമാണ്. പിന്നെ ഇത് വളരെ കാലം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇപ്പോൾ ഒരാൾ ആസൂത്രിതമായി ഒരു പണി ഉണ്ടാക്കി അവന് പണി കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അവൻ പണ്ട് കാലം മുതലേ ചെയ്യുന്ന, അല്ലാതെ വെറുതെ ഇപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന താങ്കൾക്ക് ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് പോയി നിൽക്കാൻ പറ്റുമോ? ജോലി ചെയ്താൽ കാശ് കിട്ടും. പറ്റിച്ച് കാശുണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടിക്കെല്ലാം പോകും. അവൻ ജനങ്ങളെ പറ്റിച്ച് കാശുണ്ടാക്കുന്നവനല്ലേ? അവനിവിടെ അനധികൃത ലോട്ടറി നടത്തിയവനല്ലേ? ഈ രാജ്യത്തുള്ള നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം. അവന് എത്രായിരം പേര് ഇന്ന് പൈസ വാങ്ങിച്ചുകൊണ്ടാണ് അവനിവിടെ ലോട്ടറി നടത്തിയത്. ആർക്കെന്ത് കൊടുത്തു? അവനവിടെ റിസോർട്ട് ഉണ്ടാക്കാൻ പോയി. ആരുടെ പൈസ? എവിടുന്ന് കിട്ടിയ അവന് ഇത്തിരി ഏക്കർ വസ്തു? കേരളത്തിലെ ഭൂനിയമം അനുസരിച്ചിട്ട് ഒരു മിനിമം ഇത്ര ഏക്കറെ കയ്യിൽ വയ്ക്കാവുന്നുള്ളതുണ്ട്. അതിനപ്പുറം വരുമ്പോൾ സർക്കാരും ആലോചിക്കണ്ടേ അതിനെ പറ്റിയിട്ട്. ഇത് അവൻ്റെ കൂടെ ചില്ലി വാങ്ങിച്ച് എല്ലാവരും കൂടെ നിന്നു. ഇപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ അവർ തള്ളി പറഞ്ഞു. അതാണ് എൻ്റെ യഥാർത്ഥ കാര്യം. എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. നമ്മളെ അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ ആകെ അന്തം വിട്ടു. അതുകൊണ്ട് ഞാൻ പറയാതിരിക്കുന്നതാണ് നല്ലത്. അറസ്റ്റ് ചെയ്തൊക്കെ അവരെ കാര്യങ്ങൾ. എന്നാൽ ഇതിൽ ഇവർ ഇപ്പോൾ ഒരു സ്ത്രീ മാന്യമായിട്ട് വസ്ത്രം ധരിക്കണം എന്നുള്ളത് കറക്റ്റാണ്. അങ്ങനെ ധരിക്കണം. എക്സ്പോസ് ചെയ്തുകൊണ്ടായിരുന്നു കഴിഞ്ഞാൽ ചില വല്ലതൊക്കെ തോന്നും. അല്ല, ആണുങ്ങൾ ഇപ്പോൾ വെളിയിട്ടുണ്ടായിരുന്ന നമുക്കൊന്നും തോന്നില്ല. പെണ്ണുങ്ങളെ കാണുമ്പോൾ തോന്നും. ആണുങ്ങളെ സ്വഭാവമാണത്. കോച്ചയുടെ വസ്ത്രധാരണം കറക്റ്റായിട്ടുള്ള വസ്ത്രം തന്നെയല്ലേ? ജയിലിൽ വസ്ത്രം വേണ്ടായിരുന്നല്ലോ. അതേ വസ്ത്രം ഇട്ടിട്ടല്ലേ കിടക്കണേ? മാറിയില്ലല്ലോ. ജയിലിലെ വസ്ത്രം നമ്പറും കൂടെ അടിച്ചാൽ ജയിലിൽ